സഭ ദരിദ്രയാണ്, ദരിദ്രരോട് കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു പ്രശ്നം ഒരു സ്ഥലത്തുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇടവകയിലോ നാട്ടിലോ ഒരു പ്രദേശത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആ ഇഷ്യൂ എന്നതിനേക്കാൾ കൂടുതലായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമുദായികവൽക്കരിക്കുന്നു. രണ്ടും പ്രശ്നം. ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് ചെയ്തെങ്കിലും കാര്യമുള്ളൂ. വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ടോ സമരം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് എൻ്റെ ഒരു ചിന്ത അതാണ്. അപ്പോൾ തിന്മയുടെ ശക്തി അകറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. അപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. മൂന്നാമത്തെ സമ്പത്ത് ഞാൻ പറയുന്നത് അത് ഏറ്റവും വലിയ സമ്പത്താണ്. അത് വാസ്തവം പറഞ്ഞാൽ വിശുദ്ധ കുർബാനയും കുദാശകളുമാണ്. കത്തോലിക്ക സഭയ്ക്ക് മാത്രമുള്ളതാണ്. സഭയുടെ വലിയ സമ്പത്താണ്. ശാലോം ടിവിയുടെ വോയിസ് ഓഫ് ദി ചർച്ച്, സഭയുടെ ശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പമായിരുന്ന മാർ ജോർജ് പടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ പുതിയ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. കോതമംഗലം രൂപതയുടെ അഭിവന്ദ്യ പിതാവ്, CBCI ലൈറ്റി കമ്മീഷൻ ചെയർമാൻ, KCBC അൽമായ കമ്മീഷൻ ചെയർമാൻ, സീറോ മലബാർ സിനഡിൻ്റെ ക്ലർജി കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന അഭിവന്ദ്യ പിതാവിന് സ്വാഗതം. പിതാവ്, ഒരു മെത്രാൻ എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിലും, അല്ലെങ്കിൽ സഭയുടെ ഒരു രൂപത, ഒരു പ്രദേശത്തിൻ്റെ ഒരു നേതൃത്വം എന്ന നിലയിൽ നമുക്കൊരു സോഷ്യൽ ലീഡർഷിപ്പിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. പലപ്പോഴും ഒരു പ്രദേശത്തിൻ്റെ, പിതാവ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുടെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഞാൻ അടുത്ത കാലത്ത് അത്ഭുതപ്പെട്ടു പോയത്, ഹൈ റേഞ്ചിൽ പോയപ്പോൾ അവിടെ കപ്പ നാട്ടിൽ നിന്നാണ് അവിടെ പോകുന്നത്. കാരണം അവിടെ കപ്പയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഹൈ റേഞ്ചുകാർക്ക്. പക്ഷേ ഇന്ന് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അവിടെ കപ്പ പോലും ഇല്ല. ഞാൻ പറഞ്ഞ വിഴിഞ്ഞം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിലൊക്കെ ഒരുപക്ഷെ സഭ ഇന്ന് ഒരു പ്രതികൂട്ടി നിൽക്കേണ്ടി വരുന്നത് അത്രയും വലിയ ജനങ്ങളുടെ അത്രയും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് മാത്രമാണ്. കാരണം അത് അവിടുത്തെ ബിഷപ്പ് ഹൗസ് പോകുന്ന ഓർത്തിട്ടല്ലല്ലോ നമ്മൾ സമരം ചെയ്യണം. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് തീരശോഷണം കൊണ്ടുണ്ടാകുന്ന വലിയ ഭവിഷ്യത്ത്, അതിനൊരു പരിഹാരം എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കർഷകർ അനുഭവിക്കുന്ന വന്യജീവി പ്രശ്നങ്ങൾ പോലെ അതുപോലെ മറ്റ് ധാരാളം ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ മറ്റു പല മേഖലകളിലും ഒരു സോഷ്യൽ ലീഡർഷിപ്പ് സഭയുടെ വലിയൊരു ഉത്തരവാദിത്വമല്ലേ. അവിടെ നമുക്ക് ഏറ് കിട്ടും, ഷുവറാണ്. പക്ഷേ എങ്കിലും ആ ഏറ് കിട്ടുമ്പോഴും അതിൽ നിന്ന് പുറകോട്ട് പോകലല്ലോ. ആ ലീഡർഷിപ്പ് അല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, സഭയുടെ ഒരു മിഷൻ. സോഷ്യൽ ലീഡർഷിപ്പ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല. ഇപ്പോൾ ജനങ്ങൾ പല തട്ടിലാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ വന്യമൃഗത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ, ബഫർ സോണിൻ്റെ പ്രശ്നം വന്നപ്പോൾ, ഞാനിങ്ങനെ ലീഡർഷിപ്പ് എടുക്കാനായിട്ട് അച്ഛന്മാരോടൊപ്പം പരിശ്രമിച്ചു. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ പല വഴിക്ക് വരും. അവർ ഈ വരുന്ന ആൾക്കാർ തന്നെ പല ചിന്താഗതിയായിട്ട് വരുന്നത്. അവരവരുടെ പ്രസ്ഥാനങ്ങളുടെ അവരുടെ പ്രസ്ഥാനങ്ങൾക്കനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടത്. കാരണം ഒരു പ്രശ്നം ഒരു സ്ഥലത്തുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇടവകയിലോ നാട്ടിലോ ഒരു പ്രദേശത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആ ഇഷ്യൂ എന്നതിനേക്കാൾ കൂടുതലായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമുദായികവൽക്കരിക്കുന്നു. രണ്ടും പ്രശ്നം. അപ്പോൾ ഒരു കോമൺ ലീഡറിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ജനങ്ങൾ ഇന്ന് തയ്യാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വി ഹാവ് എ മിഷൻ അല്ലേ, നമുക്കൊരു മിഷൻ അതുണ്ട്. ശരിയാണ്, പ്രൊഫറ്റിക് റോൾ, അതല്ലേ നമ്മൾ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പം ഞാൻ പറയുന്നത് പല പിതാക്കന്മാരും ലേഖനങ്ങളിലൂടെ എഴുതുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ലീഡർഷിപ്പ് എടുക്കുന്നുണ്ട്. പക്ഷെ അവർ ക്രൂശിക്കപ്പെടുന്നുമുണ്ട്. തീർച്ചയായിട്ടും അത് ഉറപ്പാണ്, ഉണ്ടാവും അത്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാനതുകൊണ്ട് ഒത്തിരി വലിയൊരു സോഷ്യൽ ലീഡർഷിപ്പ് എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഞാൻ അതേസമയം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞാനെല്ലാം മനസ്സിലാക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് MLA അവരെ വിളിക്കുന്നു, MP അവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഓഫീസേഴ്സിനെ വിളിക്കുന്നു, അച്ഛന്മാരെ പറഞ്ഞു വിടുന്നു. ബഫർ സോണിൻ്റെ പ്രശ്നം വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പുറത്തറിഞ്ഞിട്ടില്ല. പക്ഷേ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് ചെയ്തെങ്കിലും കാര്യമുള്ളൂ. വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ടോ സമരം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് എൻ്റെ ഒരു ചിന്ത അതാണ്. പിന്നെ അതിലും കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. അല്ലാതെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ സെക്കുലറൈസേഷൻ്റെയും മെറ്റീരിയലിസ്റ്റിൻ്റെയും കാലഘട്ടത്തിൽ ഒത്തിരി തിന്മയുടെ ശക്തികൾ എന്താ പറയുന്നത് കയറി വരുന്നുണ്ട്. അപ്പോൾ തിന്മയുടെ ശക്തി അകറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം.
അപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നു. പിതാവ്, ഈ ശബ്ദം, ബഹളം, സമരം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും കൂടിയും അതുപോലെ ഇന്ന് തിന്മയുടെ ശക്തികളുടെ ഇടപെടൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വിസിബിളായിട്ട് തോന്നുന്നൊരു കാര്യം, ഇന്ന് നമ്മുടെ സഭാ നേതൃത്വങ്ങൾക്ക്, സഭയുടെ വിവിധ തലങ്ങൾക്ക്, സഭയുടെ വിവിധ പ്രസ്ഥാനങ്ങൾക്ക്, അൽമായർ ഉൾപ്പെടുന്ന തലങ്ങളിൽ ഇന്നൊരു ക്രിസ്തീയ പ്രതികരണ രീതി നമുക്ക് അറിയാതെ പോകുന്നുണ്ടോ? കാരണം നമ്മൾ ഒരുപക്ഷെ സഭ ഒന്നിച്ച് സാമൂഹ്യമായ വിപത്തുകൾക്കെതിരെ നടത്തുന്ന സമരങ്ങളിലും സഭയ്ക്കുള്ളിൽ നടക്കുന്ന സമരങ്ങളിലുമൊക്കെ, അല്ലെങ്കിൽ സമരം മാത്രമല്ല, സമരം ഒരു ചെറിയ ഒരു സൈഡ് നിൽക്കട്ടെ, പ്രതികരിക്കുന്ന രീതിയിൽ വ്യക്തികളോടും വിഭാഗങ്ങളോടും ഒക്കെ സഭയ്ക്കുള്ളിലും പുറത്തും ഒക്കെ നമ്മൾ പ്രതികരിക്കുന്ന രീതികളിൽ ഒരു ക്രിസ്തീയ ചൈതന്യം നഷ്ടപ്പെടുന്നൊരു പ്രതികരണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്തീയമായ പ്രതികരണ രീതി ആളുകളെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ ഒരു ഒന്ന് മനസ്സിലാകാതെ പോകുന്നുണ്ട്? രാജു, ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ രാഷ്ട്രീയമായിട്ടുള്ള ചില ധ്രുവീകരണങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു ശൈലി നമ്മുടെ ഈ സഭയിലേക്കും സഹപ്രവർത്തനങ്ങളിലേക്കും സഭയിലെ അംഗങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ലോകത്തിലാണ് സഭ. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. രാജു പറഞ്ഞ വളരെ ശരിയാണ്. നമ്മുടെ സഭയ്ക്ക് ഉള്ളിലുള്ള പ്രതികരണങ്ങളും സഭയിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ക്രിസ്തീയമല്ലാത്ത രീതിയിലൊക്കെ വരാറുണ്ട്. കോടതിയും പോലീസും വഴി കാര്യങ്ങളെല്ലാം നേടാം എന്നുള്ള ചിന്തയും ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സഭയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ ആ സംവിധാനത്തിൽ മറ്റ് ശക്തികൾ കയറി വരുന്നത് ശരിയല്ല. പിന്നെ നമുക്ക് പറയാൻ വേണമെങ്കിൽ, അതായത് ഈ തിന്മയുടെ ശക്തികൾ വരുമ്പോൾ അതിനെ നൈയാമികമായിട്ട് തന്നെ അതിനെ പ്രതികരിക്കണമെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, എങ്കിലും ആത്യന്തികമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ക്രിസ്തീയ ചൈതന്യത്തോടു കൂടി പ്രതികരിച്ചെങ്കിലേ അതിന് ഫലമുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു തലത്തിലേക്ക് ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ രൂപതകൾക്കും സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, തീർച്ചയാണ്. പക്ഷേ സഭയുടെ ഏറ്റവും വലിയൊരു മുഖമാണല്ലോ പാവങ്ങളോടുള്ള ഒരു വശം എന്ന് പറയുന്നത്. സഭയുടെ ഏത് തലങ്ങളിലുള്ള പ്രസ്ഥാനങ്ങളോ എന്ന് പാവങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ടോ അന്നൊക്കെ വലിയ പ്രതിസന്ധിയിലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാവങ്ങളോട് കുറേ കൂടെ ആഭിമുഖ്യം, അല്ലെങ്കിൽ അങ്ങനെ പാവങ്ങളെ നമ്മൾ ഒരു സോഷ്യൽ പ്രോജക്ട്സ് എന്നതിൻ്റെ അപ്പുറത്ത് എന്തുമാത്രം ഗൗരവത്തോടെയാണ് സഭ അവരെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം അവർ സഭയുടെ ഉള്ളിലാണ്? ചർച്ച് ഈസ് പുവർ ആൻഡ് ചർച്ച് ഈസ് ഫോർ ദി പുവർ എന്ന് പറയുന്നു അല്ലേ? അപ്പം സഭ ദരിദ്രയാണ്, ദരിദ്രരുടെ കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം സഭ ദരിദ്രയാണ് എന്നുള്ള നമ്മൾ പറഞ്ഞാൽ മാത്രം മതിയോ, അതോ ജനങ്ങൾക്കത് ബോധ്യമാകണോ എന്നുള്ളതും ഒരു കാര്യമുണ്ട്. അതെ. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ സഭ സമ്പന്നമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്, ജനങ്ങളെല്ലാം പറയാറുണ്ട് സഭ സമ്പന്നമാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു സെക്യുലർ ഔട്ട്ലുക്ക് ചിന്താഗതിയോട് നോക്കുമ്പോൾ സഭയുടെ ആ സമ്പത്ത് ഏതാണെന്ന് പറഞ്ഞാൽ പണമുണ്ട്, കെട്ടിടങ്ങൾ ധാരാളമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, വസ്തുക്കൾ, സ്ഥലമുണ്ട്. ഇതെല്ലാമാണ് സഭയുടെ സമ്പത്ത് എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതാണല്ലോ ആളുകൾ കാണുന്നതാണ്. പക്ഷേ യഥാർത്ഥമായ സമ്പത്ത് അതാണോ? അതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥമായ സമ്പത്ത് എന്നുള്ളത്, സഭയുടെ സമ്പത്ത് പണമോ ഭൂമിയോ കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ ഒന്നും അല്ലെന്ന് ഞാൻ പറയും. അത് ഭൗതിക സമ്പത്താണ്. യഥാർത്ഥമായ സമ്പത്ത് ആത്മീയ സമ്പത്താണ്. സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ സമ്പത്ത്, അടിസ്ഥാനപരമായ സമ്പത്ത് എന്നാണ് വിശ്വാസമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ സഭയുടെ ജീവിതം അർത്ഥമില്ല, കൂട്ടായ്മയിൽ അർത്ഥമില്ല. അതെ. അപ്പം വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ മരിച്ചാലും നിത്യം ജീവിക്കും. അപ്പം നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത് വിശ്വാസമാണ്. നമ്മുടെ ഇവിടെയുള്ള സമ്പത്ത് കൊണ്ട് ഇവിടെ ജീവിതം കെട്ടിപ്പടുക്കാനല്ല കർത്താവ് പറയുന്നത്. ഈ സമ്പത്ത് ഉപയോഗിച്ച് നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരണം. സുവിശേഷത്തിലും കർത്താവ് പറഞ്ഞില്ലേ, ഈ നിങ്ങളുടെ ഈ നശ്വരമായ സമ്പത്ത് കൊണ്ട് അനശ്വരമായിട്ട് നിക്ഷേപം ഉണ്ടാകണം. അതിന് നമ്മൾ എന്തുമാത്രം ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യത്തെ അടിസ്ഥാനപരമായ സമ്പത്ത് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം സമയം ചെലവഴിക്കുന്നു, എന്തുമാത്രം റിസോഴ്സ് ഉപയോഗിക്കുന്നു, എന്തുമാത്രം നമ്മൾ അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ചിന്തയനുസരിച്ച് ദൈവവചനമാണ് സമ്പത്ത് എന്നുള്ളത്. ആ വചനം അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സമ്പത്താണത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇപ്പോൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം വചനം മാംസമായി അവതരിച്ചതാണ്. ഈ വചനം ലിഖിതമായിട്ട് എഴുതപ്പെട്ട വചനമാണ് ബൈബിള്. അപ്പം ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു, സൗഖ്യം നൽകുന്നു. അതോടൊപ്പം തന്നെ ആ വചനം തിന്മയിൽ നിന്ന്, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നമ്മെ അകറ്റുന്നു. ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വചനത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു നമ്മൾ. വചനം അത് അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു. കർത്താവ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ നിത്യം ജീവിക്കും. അപ്പം ഈ വചനം സ്വീകരിക്കുകയും വചനം പാലിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നിത്യജീവിതത്തിൽ സാധിക്കുകയുള്ളൂ. അപ്പം സഭയുടെ വലിയൊരു സമ്പത്താണത് വചനം എന്നുള്ളത്. വചനം പ്രഘോഷിക്കുവാനും വചനം പ്രസംഗിക്കുവാനും വചനം പങ്കുവയ്ക്കുവാനും എന്തുമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു. അത് ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. 3ാമത്തെ സമ്പത്ത് എന്ന് ഞാൻ പറയുന്നത്, അത് ഏറ്റവും വലിയ സമ്പത്താണത്. അത് വാസ്തവം പറഞ്ഞാൽ വിശുദ്ധ കുർബാനയും കുദാശകളുമാണ്. കത്തോലിക്ക സഭയ്ക്ക് മാത്രമുള്ളതാണ്. സഭയുടെ വലിയ സമ്പത്താണത്. ഇത് അറിയാവുന്നതുകൊണ്ടാണ് നമുക്കറിയില്ല, പിശാചിനറിയാതെ. അതുകൊണ്ടാണ് ഈ സഭയിൽ ഇപ്പം പ്രശ്നം, ഈ എന്താ പറയുന്നത്, കൗതാശപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പം സഭയെ ദുർബലപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം സഭയുടെ കുദാശകളെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ അത് ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തിന്മയുടെ ശക്തി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. തിന്മയുടെ ശക്തി സഭയിൽ വന്നിട്ടുണ്ടെന്ന് പണ്ട് വർക്കിപിതാവ് പറയുകയുണ്ടായി, ഞാൻ ഓർക്കുന്നുണ്ടത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സഭയെ ദുർബലപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം വിശുദ്ധ കുർബാനയെ അതിനെ അവഹേളിക്കുക, അല്ലെങ്കിൽ വില കുറച്ച് അതിനെ നമ്മൾ മാറ്റി നിർത്തുന്ന സാഹചര്യം വരുമ്പോഴാണ്. പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, 6-ാം അധ്യായത്തിലെ 10 മുതൽ വാക്യങ്ങളിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുക്കുവിൻ. അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാകുന്ന പരിച, ദൈവവചനമാകുന്ന വാള്. പിന്നെ അവിടെ ഇല്ലാത്തൊരു കാര്യം ഞാൻ ചേർത്തിട്ടുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല, ഞാൻ ചേർത്തിരിക്കുന്നതാണത്. അതിങ്ങനെയാണ്, വിശുദ്ധ കുർബാനയാകുന്ന വജ്രായുധം. എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. എനിക്ക് അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം കോവിഡ് സീരിയസ് ആയി ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സീരിയസ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ICUവിൽ കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു, ഭർത്താവിന് വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് പിതാവൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്തുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് അശോക്, ഞാൻ പ്രാർത്ഥിക്കാം, അസുഖം കുറഞ്ഞോളും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പിതാവ് അങ്ങനെ പ്രാർത്ഥിച്ച പോരാ, പിതാവ് പ്രാർത്ഥിക്കേണ്ടത് ആയുധമെടുത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് പിടിയിട്ടില്ലെന്നാണ്. എന്തായുധമാണ്? ഞാൻ ചോദിച്ചു, എന്തായുധമായ അശോകെ? അതേ, അച്ഛന്മാർക്ക് വലിയൊരു ആയുധമുണ്ട്, ആ ആയുധം എടുത്ത് പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖം മാറും. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ കുർബാന എന്ന വജ്രായുധം അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖം കുറയുന്നു. എനിക്ക് പെട്ടെന്നൊരു റെവലേഷൻ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി. പിറ്റേ ദിവസം കുർബാന അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചു, പിതാവേ അസുഖം കുറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ കുർബാനയെല്ലാം ചെന്നപ്പോൾ അവിടെ അദ്ദേഹം കുർബാനയ്ക്ക് വന്നു. കുർബാന കഴിഞ്ഞ് എന്നെ കണ്ടു, ഫാമിലി സഹിതം എന്നെ വന്ന് കണ്ടു. പറഞ്ഞു, പിതാവ് വലിയ സന്തോഷം, എനിക്ക് പിതാവ് അങ്ങനെ പ്രാർത്ഥിച്ചു, കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അസുഖം മാറി, വളരെ സുഖമായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞ്
നന്ദി പറയാൻ വന്നിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഈ വിശുദ്ധ കുർബാന എന്നുള്ള അത് വലിയ ഒരു ശക്തിയാണ് എന്നുള്ളത്, അത് സൗഖ്യം നൽകുന്നതാണ്, ശക്തി നൽകുന്നതാണ്, പിശാചിനെ അകറ്റുന്നതാണ്. ഈ 3 കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ വലിയ ശക്തിയാണെന്നുള്ളത് നമുക്കിവർക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഈ ഒരു ബോധ്യത്തോട് ചെയ്താൽ തീർച്ചയായിട്ടും വലിയ ഒരു ശക്തി, അത് സൗഖ്യം, അത്ഭുതങ്ങൾ നടക്കും എന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സമ്പത്തായിട്ട് ഞാൻ കാണുന്നതാണ്. സഭയുടെ സമ്പത്തെന്ന് പറയുമ്പോൾ ഭൗതിക സമ്പത്ത് ഒന്നും പോയിരിക്കും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആദ്യ നൂറ്റാണ്ടുകളിൽ സമ്പത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ സഭ വളർന്നു. എങ്ങനെയാണ്? ഈ 3 സമ്പത്തുണ്ടായിരുന്നു. വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവവചനമുണ്ടായിരുന്നു, വിശുദ്ധ കുർബാനയും കൂദാശകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സഭ ഒത്തിരി വളർന്നു. വിശ്വാസികൾക്ക് ഒരേ കൂട്ടായ്മ നിൽക്കാൻ സാധിച്ചു. പിന്നീട് ഭൗതികമായ സമ്പത്ത് കൂടി വരികയും അതിൽ കൂടുതൽ ആശ്രയിക്കുകയും അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ ഈ ആത്മീയ സമ്പത്ത് എന്താ പറയുന്നത്, അങ്ങോട്ട് അത് ഇല്ലാതായെന്നല്ല, അത് അങ്ങ് വെളിച്ചത്ത് വരുന്നതിന് തടസ്സമായി തീർന്നു. എൻ്റെ ചിന്ത അതാണ്. തീർച്ചയായിട്ടും. കാരണം വളരെ വളരെ പ്രധാനപ്പെട്ടതുമാണല്ലോ. കാരണം ഈ കൂദാശകളുടെ അർത്ഥം മനസ്സിലാവുന്നിടത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും ജീവിതത്തിൽ മനസ്സിലാവുന്നിടത്ത് മാത്രമാണ് വിശ്വാസിക്ക് ഒരു നിലനിൽപ്പ് പോലും ഉള്ളൂ. പിതാവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വൈദിക പരിശീലന മേഖലയാണ്. കാരണം വർഷങ്ങളോളം പിതാവ് വൈദിക പരിശീലന രംഗത്ത് സേവനം ചെയ്ത് വടവാതൂർ സെമിനാരിയിൽ, മേജർ സെമിനാരിയിൽ റെക്ടറായിരിക്കുന്ന കാലത്താണ് പിതാവ് റെക്ടറായിരുന്ന സമയത്ത് തിരിച്ചിവിടെ ഇങ്ങോട്ട് മടങ്ങി വന്ന് ഒരിടവക വികാരിയായിരിക്കുന്ന സമയത്താണ് പിതാവിന് ഈ ഒരു മെത്രാഭിഷേകമൊക്കെ നടക്കുന്നതുമെല്ലാം. അപ്പോൾ അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് KCBCയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സെമിനാരികളുടെ ഒരു കമ്മീഷനുണ്ടല്ലോ അല്ലേ, ഓരോ സെമിനാരിക്കും ബിഷപ്സിൻ്റെ ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ പിതാവും അതിനകത്ത് അംഗമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ധാരാളം ഈ കാലഘട്ടത്തിൻ്റെ വിഷയങ്ങളെയും സഭ നേരിടുന്ന കാര്യങ്ങളെയും വിശ്വാസികൾ നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അത്തരം കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇന്നത്തെ വൈദിക പരിശീലനത്തിൽ ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന വൈദിക പരിശീലനത്തെക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത്? വൈദിക പരിശീലനം എന്നും ഒരു ചർച്ചാ വിഷയമാണ്. അതെല്ലാ സിനഡിലും ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ മീറ്റിങ്ങുകളിലും, പിതാക്കന്മാരുടെ മീറ്റിങ്ങിൽ, വൈദികരുടെ മീറ്റിങ്ങിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. അതും ഈ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെതായ ഒത്തിരി പ്രവണതകൾ കയറി വന്നിട്ടുണ്ട് പരിശീലനത്തിൽ. അക്കാഡമിക് ആയിട്ടുള്ള ഒരു പരിശീലനം എന്നുള്ളതാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നാണ് പലരും പറയുന്നത്. കുറേയൊക്കെ ശരിയാണത്. വൈദിക പരിശീലനത്തിൽ 4 ഘടകങ്ങളുണ്ടെന്ന്. അത് ഹ്യൂമൻ ഫോർമേഷൻ, സ്പിരിച്വൽ ഫോർമേഷൻ, ഇൻ്റലക്ച്വൽ ഫോർമേഷൻ ആൻഡ് പാസ്റ്ററൽ ഓർ മിഷണറി ഫോർമേഷൻ. ഈ 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഇൻ്റലക്ച്വൽ ഫോർമേഷനാണ്. അതാണ് പലപ്പോഴും പരാതി പറയുന്നത്. അപ്പോൾ എനിക്കും ചിലപ്പോഴും തോന്നിയിട്ടുണ്ടത്. കാരണം ഒരു കോളേജിൽ, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആ ഒരു ശൈലിയിൽ ചിലപ്പോഴെങ്കിലും, എല്ലാവരും അല്ല, അങ്ങനെയൊക്കെ നീങ്ങുന്ന വിദ്യാർത്ഥികളുണ്ട്, സെമിനാരിക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമേഷൻ, ഒരു ഇൻ്റഗ്രൽ ഫോർമേഷൻ നടക്കുകയില്ല എന്നുള്ള ചിന്തയുണ്ട്. അപ്പം നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാർട്ടർ ഫോർ പ്രീസ്റ്റ്ലി ഫോർമേഷൻ 2006 ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. അത് പുതുക്കാനായിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം. എൻ്റെ ഒരു ലീഡർഷിപ്പിലാണ് ഒരു വലിയ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി അത് ചെയ്യുന്നുണ്ട്. ക്ലർജി കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതാണ്. ക്ലർജി കമ്മീഷൻ. അപ്പം അങ്ങനെ നമ്മുടെ ഈ വൈദിക പരിശീലനം അതിനകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ വൈദിക പരിശീലനത്തിന് വരുന്ന കുട്ടികൾ ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നു, ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു, മൈനർ സെമിനാരിയിലെ ഫോർമേഷൻ, അതുപോലെ മേജർ സെമിനാരിയിലെ ഫിലോസഫി ഫോർമേഷൻ കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം റീജൻസി, പിന്നീട് തിയോളജി, ഓർഡിനേഷൻ കഴിഞ്ഞിട്ടുള്ള ഫോർമേഷൻ, ഓൺ ഗോയിങ് ഫോർമേഷൻ, ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു സമഗ്രമായിട്ടുള്ള ഒരു നവീകരണം വേണമെന്നുള്ളതാണ്. അത് പല തലങ്ങളിലും അതിനെക്കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട്.
അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്നേ പറയത്തുള്ളൂ. അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഒത്തിരി തലങ്ങളെ ബാധിക്കുന്നതാണത്. ഇപ്പോൾ നമ്മുടെ ഫോർമേഷനിൽ ആദ്യം സെലക്ഷൻ ഓഫ് ദി കാൻഡിഡേറ്റ്സ് അതുമുതൽ പിന്നെ ഓർഡിനേഷൻ കിട്ടിക്കഴിഞ്ഞുള്ള ഓൺഗോയിങ് ഫോർമേഷൻ വരെ ഉൾപ്പെടുന്നതാണത്. പക്ഷേ എങ്കിലും നമ്മളത് പ്രധാനമായിട്ട് ഒരു വിഷയമായിട്ട് മാർപ്പാപ്പയും പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, എല്ലാ ബിഷപ്സ് കോൺഫറൻസും സംസാരിക്കാറുണ്ട്, സിനഡിൽ സംസാരിക്കാറുണ്ട്. ജനങ്ങളുടെയും ഒരു വലിയ കൺസേണാണ് വൈദിക പരിശീലനം, വൈദികരുടെ തുടർ പരിശീലനമൊക്കെ നല്ല രീതിയിൽ നടക്കണമെന്നുള്ളത്. അതിനുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഇത് മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനകത്തൊരു വലിയൊരു കാര്യം പറഞ്ഞതുപോലെ പിതാവ് മുൻപ് നമ്മുടെ ഒരു പങ്കുവയ്ക്കലിൽ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ ചലഞ്ചഡ് ആകുന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ചില പിതാക്കന്മാർ തന്നെ വളരെ സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും വർഷത്തെ പരിശീലനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വൈദികനായി അഭിഷിക്തനാകുന്ന ഒരു വൈദികനിൽ ഒരു മിഷണറി മോട്ടിവേഷൻ കൊടുക്കാൻ പിന്നെ നമ്മൾ തത്രപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ പോകുന്നത്. തീർച്ചയായിട്ടും പിതാവ് പറഞ്ഞതിനകത്ത് വലിയൊരു കാര്യം അതാണ്. കാരണം പാസ്റ്ററെ ദാബോ ഓബിസ് അല്ലേ, വൈദിക പരിശീലനത്തെക്കുറിച്ച് മാർപ്പാപ്പയുടെ ഒരു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അല്ലേ, അതിനകത്ത് തീർച്ചയായിട്ടും ഒരു പരിശീലനം, യഥാർത്ഥമായ പരിശീലനം കിട്ടിയ വൈദികർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വഴികൾ മുൻപോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു മിഷണറി മോട്ടിവേഷൻ ഇല്ലെങ്കിൽ, അതിപ്പോൾ ഒരു ആത്മായ ഒരു പ്രേക്ഷിതനാണെങ്കിൽ പോലും, ഒരു വിശ്വാസിയാണെങ്കിൽ പോലും അവിടെ ഒരു ബോറടിയാണ്, അല്ലെങ്കിൽ ഒരു മുമ്പ് പിതാവ് സൂചിപ്പിച്ച പോലെ ഒരു ഇന്നർ മോട്ടിവേഷൻ ഇല്ല. പിതാവിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അപ്പോൾ അതിനകത്ത് ഈ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം മിഷണറി ചൈതന്യം ഉണ്ടാകുക എളുപ്പമല്ല. അതുകൊണ്ട് ഈ വൈദിക പരിശീലന കാലഘട്ടത്തിനുള്ളിൽ തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ ഒരു മിഷണറി എക്സ്പീരിയൻസ് കിട്ടത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുണ്ട്. അതിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, നമ്മുടെ രൂപതയിൽ ഇപ്പോൾ റീജൻസി നടത്തുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഒരു വർഷം കൂടി, റീജൻസി അല്ല, അവർക്ക് മിഷൻ സ്ഥലങ്ങളിൽ താമസിച്ച് മിഷണറി എക്സ്പീരിയൻസ് ഒരു വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് കിട്ടത്തക്ക വിധത്തിൽ ഞാൻ സജ്ജീകരിക്കുന്നുണ്ടത്. ഈ വർഷം തുടങ്ങാനിരിക്കുകയാണ്. മറ്റ് പല രൂപതകളിലും ഇങ്ങനെ 1-2 പേരെയൊക്കെ റീജൻസി കാലത്ത് വിടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റീജൻസി കാലത്ത് വിടുന്നത് അത്ര എളുപ്പമില്ലാത്തതുകൊണ്ട് റീജൻസി കഴിഞ്ഞിട്ട് ഒരു വർഷം അവർക്ക് വെസ്റ്റേഷൻ കാസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് അവർ മിഷൻ ഏരിയയിൽ പ്രവർത്തിക്കാനായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഫലപ്രദമാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. പിന്നീട് അവർ വൈദികരാകുമ്പോഴും ആ താല്പര്യം ഉണ്ടാകുന്നു. കാരണം അതിൻ്റെ ഒരു കാരണം ഞാൻ പറയുന്നത്, ഈ മിഷൻ സെമിനാരികളിൽ പഠിച്ചവർ, ഈ രൂപതയിൽ നിന്നും പഠിച്ചവരാണ്. ഇപ്പം നമ്മൾ 2 പേര് ഒഡീഷ മിഷന് പോയിട്ടുണ്ട്. അവരവിടെ പോയ 2 പേരും, ഒരാൾ സാറ്റ്നായി പഠിച്ച, ഒരാൾ ഉജ്ജയിനി പഠിച്ചതാണ്. 2 മിഷൻ ഏരിയയിൽ പഠിച്ച സെമിനാരി പഠിച്ചവരാണ്. അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്, അവർ തന്നെ ചോദിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം, അപ്പോൾ ഈ ആ മിഷൻ രംഗത്ത് നേരത്തെ തന്നെ ഒരു പരിചയമുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാവും ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരുപക്ഷെ ധാരാളം നമ്മുടെ രൂപതാ വൈദികർ മാത്രമല്ല, രൂപതാ വൈദികരോടൊപ്പം തന്നെ ധാരാളം സന്യാസ വൈദികരെയും ധാരാളം സന്യാസിനിമാരെയും റിലീജിയസ് സിസ്റ്റേഴ്സിനെയും സഭയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു രൂപതയാണ് കോതമംഗലം രൂപത. ധാരാളം ദൈവവിളികൾ വ്യത്യസ്ത കോൺഗ്രിഗേഷൻസിലൂടെ നമ്മുടെ രൂപതയുടെ വൈദികരായ ആളുകളൊക്കെ ഉൾപ്പെടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില വൈദികരിൽ നിന്ന് ഒരു വർഷം പുറത്തൊക്കെ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കോതമംഗലം രൂപതയിലും അച്ഛന്മാർ വളരെ മിടുക്കന്മാരാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് വളരെ വെറുതെ പറയണമല്ല, അങ്ങനെ നല്ല അച്ഛന്മാർ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ദൈവവിളി ഇന്ന് കുറയുന്നുണ്ടെന്നാണല്ലോ നമ്മളെല്ലാം വിചാരിക്കും. പ്രത്യേകിച്ച് റിലീജിയസ് സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി വളരെ കാര്യമായി കുറഞ്ഞു പോകുന്നു. ഒരു ബാച്ചിൽ ഒരാൾ പോലും ഇല്ലാത്ത, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ചില കോൺഗ്രിഗേഷൻസിൻ്റെ അവസ്ഥകളുണ്ട്. അച്ഛന്മാരുടെ അത്രമത കണ്ട് കുറഞ്ഞിട്ടില്ലെങ്കിലും കുറവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താണ് പിതാവ് അതിനെക്കുറിച്ച് പറയാനും, അല്ലെങ്കിൽ സഭ കുറേ കൂടി അതിനെ ഗൗരവത്തിലെടുക്കേണ്ടത്? ഒരുപക്ഷെ സഭ എന്ന് പറയുമ്പോൾ അച്ഛന്മാർ മാത്രം വിചാരിച്ചാലുള്ള കാര്യമല്ല. പക്ഷെ എന്താണ് പിതാവിന് പറയാൻ? റൈജ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ രൂപതയിൽ നിന്നും ധാരാളം വൈദികർ മിഷൻ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്, മറ്റ് കോൺഗ്രിഗേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്, മറ്റ് ലാറ്റിൻ രൂപതകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 750-750 വൈദികർ നമ്മുടെ ഈ രൂപതയിൽ നിന്നുണ്ട്. ഇവിടെ 254 വൈദികർ ഇവിടെ ഈ രൂപതയ്ക്കുള്ളൂ. അപ്പോൾ അതിന് 2 ഇരട്ടി
ആളുകൾ നമ്മുടെ രൂപതയിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വൈദികരായിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് അവർ. അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സും ധാരാളം പേര് ജോലി ചെയ്യുന്ന മറ്റ് ലോകത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വിശ്വാസം സ്വീകരിച്ച്, വിശ്വാസം പരിശീലിച്ച്, വിശ്വാസാനുഭവത്തിലേക്ക് വന്ന് ദൈവവിളി സ്വീകരിച്ചവരാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുടുംബങ്ങളിൽ കുട്ടികൾ കുറവാണ്. 2, ഈ കുട്ടികളാണെങ്കിലും കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് ഏതെങ്കിലും എൻജിനീയർ, നേഴ്സ്, ഡോക്ടർ അങ്ങനെ ആ രീതിയിൽ മാതാപിതാക്കന്മാർ നേരത്തെ നിശ്ചയിക്കുകയാണ്. അവിടെ ഒരിക്കലും പറയാറില്ല അച്ഛനാകാൻ പോകണമെന്നോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സാകാൻ പോകണമെന്ന് പേരൻസ് പറയാറില്ല പലപ്പോഴും. അപ്പോൾ അത് പേരൻസിൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്വമെന്ന് ഞാൻ പറയും. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അച്ഛനാകാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ വീടുകളിൽ പറയുകയും മറ്റ് ജനങ്ങൾ പറയും, ഇവൻ നല്ല അച്ഛനാകുമ്പോൾ നല്ലതാണ്. നമ്മളും പലപ്പോഴും പറയാറുണ്ട് മറ്റു കുട്ടികളെക്കുറിച്ചൊക്കെ. അങ്ങനെ ഒരു രീതി ഇപ്പം കാണുന്നില്ല പലപ്പോഴും. ഇപ്പം നല്ലൊരു കുട്ടിയാണെങ്കിൽ ഇപ്പം അവനെ ഡോക്ടറാക്കാൻ കൊള്ളാം, അവൻ എൻജിനീയറാക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ അവന് പൈലറ്റാക്കാൻ കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയല്ലാതെ അച്ഛനാക്കാൻ കൊള്ളാമെന്ന് പലപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരധികം പറയാറില്ല. ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഇത്. ഒന്ന്, കുട്ടികളില്ല. രണ്ടാമത് ഇങ്ങനെ പ്രോത്സാഹനം കുറവ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ ഇപ്പോൾ ഇവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ഒത്തിരിയുണ്ട്. ഇപ്പം ചില കുട്ടികൾക്ക് അച്ഛനാകാൻ പോകണമെന്ന് അല്ലെങ്കിൽ സിസ്റ്ററാകാൻ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിലും കൂട്ടുകാർ പറയും, നീ അങ്ങോട്ടൊന്നും പോകണ്ട, ഒരു കാര്യമില്ല, സഭയെല്ലാം പ്രശ്നങ്ങളാണ്, അച്ഛനായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വന്നവന് വേണ്ട എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് അല്ലെങ്കിൽ ജീവിത ശൈലിയാണെന്നുള്ളത് ചിലപ്പോഴെങ്കിലും അവർക്ക് തോന്നിയിട്ടില്ല, അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങളാലാണ് ഈ ദൈവവിളി കുറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവ് അവസാനം പറഞ്ഞ ഒരു പോയിൻ്റാണ്. അതായത് ഇന്ന് നമുക്കറിയാം, ചിലപ്പോൾ വൈദികരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സ്വാഭാവികമായ മനുഷ്യരാണ്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ആളുകളാണ്, ഒറ്റപ്പെട്ടുണ്ടാകുന്ന വീഴ്ചകളെ മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുകയും അതിന് വലിയൊരു വീടുകളിൽ പോലും നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്ന് അത്തരം ചർച്ചകളൊക്കെ ചെയ്യുന്നു. അതൊരു സൈഡ് നിൽക്കുമ്പോഴാണ് ഞാൻ പിതാവ് പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത്. പക്ഷെ മറിച്ച് അതൊക്കെ നടക്കുമ്പോഴും യഥാർത്ഥമായ ധാരാളം വൈദികർ നമുക്കുണ്ട്, സത്യമാണ്. പക്ഷേങ്കിലും അതെന്തുമാത്രം ഈ കുഞ്ഞുങ്ങൾക്ക് കാണുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുന്നവർ എന്തുമാത്രം അവരെ സ്വാധീനിക്കുന്നു എന്നത്, അല്ലെങ്കിൽ വൈദികരോ സിസ്റ്റേഴ്സോ അവരുടെ ജീവിതം കൊണ്ടുള്ളൊരു സ്വാധീനവും ഈ മാതാപിതാക്കളുടെ പ്രോത്സാഹനം പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ? ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. മിഷണറിമാർ അവധിക്ക് വരുമ്പോൾ ഇടവകയിൽ അവരുടെ ഷെയറിങ് നടത്തുന്നു. അതുപോലെ ഇപ്പം മീറ്റിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ ഒന്ന് വിളിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നുണ്ട് നമ്മൾ. കൂടുതൽ വിശേഷങ്ങളുമായി പിതാവിനെ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.